പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ തഖൂലി ഹഖദ, നീ ഇങ്ങനെ പറയണ്ടടി. ഓ കൂലി മാക്കുന്തി തഖൂലീന, ഞാൻ വരുമ്പോ എന്താ പറഞ്ഞിരുന്നത്? ബദരീങ്ങളെ പാട്ടല്ലേ, അതെന്നെ പാട്, ബദരീങ്ങളെ പാട്. ഉബയ്യന്റെ വാപ്പായും ഉബയ്യന്റെ എളാപ്പായും ബദറിൽ കൊല്ലപ്പെട്ടവരാണ്, അവരെ തന്നെ പുകഴ്ത്തി പാടിക്കോ. ആ ദുഃഖമുട്ടിയ പാട്ട് ആസ്വദിച്ചുകൊണ്ട് പ്രവാചക പുങ്കവർ ഇരുന്നു വന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ റുബയ്യന്റെ കല്യാണ കഥ വിവരിക്കുന്നു. നമ്മുടെ കല്യാണ സദസ്സിലും മുഴങ്ങട്ടെ ബദരീങ്ങളുടെ പ്രകീർത്തനം. നമ്മൾ ഇന്ന് അസറിന്റെ ശേഷം മുഴക്കട്ടെ ബദരീങ്ങളുടെ പ്രകീർത്തനം. ഇന്ന് നമുക്ക് എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ ബദരീങ്ങളുടെ ആവേശകരമായ പോരാട്ടം. ഇന്ന് നമ്മുടെ മനസ്സിൽ ഉണരട്ടെ ബദരീങ്ങളുടെ ഏറ്റവും വലിയ മുന്തിയ പദവി. ആ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന തലമുറ എന്നെന്നും ഈ സമുദായത്തിൽ ഉണ്ടാകും, വിശ്വാസികളിൽ ഉണ്ടാകും, ഐക്യദാർഢ്യമുള്ള സമുദായത്തിലുണ്ടാകും. ഒരേ കണ്ണിയിൽ ചെന്നിട്ടുള്ള ഒരൊറ്റ സമുദായമാണോ ഇത് എങ്കിൽ ഇതിന്റെ ബാപ്പാമാരെ അവർ സ്മരിച്ചുകൊണ്ടിരിക്കും. അത്തരം ബാപ്പമാരെ അനുസ്മരിക്കുന്ന നല്ല മക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്കൊന്ന് ബദരീങ്ങളുടെ ദിവസമല്ലേ, ഒരു ചെറിയ ദുആ മലയാളത്തിൽ നടത്തുമ്പോൾ തന്നെ അസറാവും. ആ അസറും കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സാധാരണ എന്താ നടത്തലെന്ന് വെച്ചാൽ അതൊക്കെ നടത്തിയിട്ട് പിരിയാം. നമുക്കിടയിൽ നിന്ന് പലരും പല വിധത്തിലും മരണപ്പെട്ടവർ കഴിഞ്ഞ ബദരീങ്ങളാണ്ടിൽ കൂടുതൽ ഈ ഇടയിലുണ്ട്. നമ്മുടെ പലരും രോഗത്തിൽ കിടക്കുന്നവരുണ്ട്. നമ്മുടെ ഉസ്താദുമാരും പ്രിയപ്പെട്ടവരും ഒക്കെ പലതരത്തിൽ രോഗത്തിലാണ്. ഇന്ന് ഏറ്റവും ശറഫാക്കപ്പെട്ട ബദരീങ്ങളുടെ ഈ അനുസ്മരണ വേളയിൽ ബദരീങ്ങളെപ്പറ്റി പറഞ്ഞ ഈ സദസ്സിൽ, ബദറിനെ സംബന്ധിച്ചും ബദരീങ്ങളെ സംബന്ധിച്ചും വെളിവാക്കപ്പെട്ട ഈ സദസ്സിൽ അവരെ മുൻനിർത്തിയിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കാം. നമുക്കവരോടുള്ള സ്നേഹവും നമുക്കവരോടുള്ള പിരിശവും എന്നൊന്നും നിലനിൽക്കണം. ആ പിരിശത്തിന്റെ പേരിൽ ദുആർക്കാനാ അള്ളാഹു പറഞ്ഞു. നമ്മൾ അൽ ഫാത്തിഹ ഓതി യാസീൻ ഓതി ദുആ ചെയ്യണം. അപ്പൊ നിഷേധി ഒരിക്കൽ ചോദിക്കും, ഫാത്തിഹ ഓതിയിട്ട് ദുആർക്കണം എന്തിനാ? ഓല് നിങ്ങളെ ദുആക്കും കാത്തുത്തിരിക്കുക പോലെ ഓല അതിലേറെ മുന്തിയോലല്ല. അങ്ങനെ എങ്ങനെങ്കിലും ഇത് മുടക്കണം എന്നുള്ള മനുഷ്യനെ അതിനെന്തെങ്കിലും ദുർന്യായം ഇബ്ലീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ദുർന്യായങ്ങൾ. അള്ളാഹ് പറയുന്നു വലിയ ഇഖ്വാനിനല്ലദീന സബഖൂന, മുൻകഴിഞ്ഞ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ച് മുഹാജിർ അൻസാറുകൾക്ക് ദുആർക്കണം. ഇത് ഈ സമുദായം ദുആർക്കും. എന്തിനു ദുആർക്കണ്? ദുആർക്കുമ്പോഴൊക്കെ അവർക്ക് പദവി കൂടും. പദവി കൂടുമ്പോഴൊക്കെ അവർക്ക് പദവി ഉയരും. ഉയരുന്ന പദവിയുള്ള അവർ നാളെ വളരെ താണ നമ്മളെ കാണുമ്പോൾ ഞമ്മക്ക് ദുആർന്നവർ, ഞമ്മക്ക് സ്നേഹിച്ചവർ, നമ്മളെ പിരിശം വെച്ചവർ ആത്മാവുകൾ തമ്മിലറിയും. അൽഅർവാഹു ജുനൂദും മുജന്നദ ഇദാ തആറഫ മൻഹു തലഫ് വഇദാ തനാകറ തലഫ്. ആത്മാക്കൾ വല്ലാത്ത ലോകമാണ്, അള്ളാന്റെ ഒരു വല്ലാത്ത സൈന്യം. ആത്മീയ ലോകത്തെ പരിചയമാണ് ഇവിടത്തെ പരിചയം. ഇവിടത്തെ പരിചയം ആത്മീയ ലോകത്തെ പരിചയത്തിന്റെ തുടക്കമാണ്, ഒടുക്കവുമാണ്. അപ്പൊ ആത്മാക്കൾ തമ്മിലുള്ള ആ ബന്ധം അവർ വഫാത്തായ ശേഷവും നിൽക്കും. പ്രത്യേകിച്ച് ഖബറിൽ ശുഹദാക്കൾ നമുക്കിടയിലൂടെ വന്നുകൊണ്ടിരിക്കും, അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കും, ഈ സദസ്സ് അവർ നോക്കിക്കൊണ്ടിരിക്കും. ഇത് വിശ്വസിക്കുന്നവരാണ് നാം, പ്രമാണങ്ങൾ ഇതിനുണ്ട്, അവിടേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അങ്ങനെയുള്ളവർ നാളെ നമുക്ക് ശുപാർശക്കാരായി മാറണം. ആഖിറത്തിൽ നമ്മെ പ്രേമിക്കണം, നമ്മെ ഇഷ്ടപ്പെടണം, നമ്മെ കൈപിടിച്ച് പുന്നാര നബിയടക്കമുള്ള ബദരീങ്ങൾ നമ്മെ പരാജയത്തിൽ നിന്നും കരേറ്റണം, നരകക്കുണ്ടിൽ നിന്നും കരേറ്റണം. അള്ളാഹു നജാത്ത് നൽകണം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അതിന് ചെറിയൊരു തവസ്സുലാക്കി ദുആ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, പരിശുദ്ധമായ റമളാനിൽ നിന്നിലേക്ക് കൈയുയർത്തി ഞങ്ങൾ ഏതൊരു മുന്തിയ വിഭാഗത്തെ അനുസ്മരിച്ചുവോ ആ വിഭാഗത്തിലെ അത്യുത്തമരായ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ, മുൻപ് ചൊല്ലിക്കൊണ്ടിരുന്ന സ്വലാത്തിനെ, ഇനി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തിനെ നീ കബൂലാക്കണേ റഹ്മാനെ. ആ സ്വലാത്തിന്റെ പേരിൽ അവിടത്തേക്ക് നീ ധാരാളം ധാരാളം ദറജകൾ ഏറ്റിക്കൊടുക്കുന്നതിൻ്റെ മടങ്ങ് പ്രതികരണം ഞങ്ങൾക്കും നീ എത്തിക്കണേ റഹ്മാനെ. ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അതിൻ്റെ അവകാശിയായ നിന്റെ ഹബീബായ ഞങ്ങളുടെ യജമാനരായ മുത്തുനബിയുടെ ഹക്ക് കൊണ്ട്, നബിയോടൊപ്പം ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട്, അവർക്ക് നിന്റെ അടുക്കലുള്ള സ്ഥാനം കൊണ്ട്, നിന്റെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ സ്ഥാനം കൊണ്ട്, നിന്റെ ഹബീബായ നബിതങ്ങൾ വ്യക്തമാക്കിയ സ്ഥാനം കൊണ്ട്, മുസ്ലിമീങ്ങളുടെ ഇജ്മായിൽ വ്യക്തമാക്കപ്പെട്ട സ്ഥാനം കൊണ്ട്, റഹ്മാനായ റബ്ബെ, അംഗീകരിക്കുന്ന വിശ്വാസമുള്ള വിശ്വാസികളിൽ നീ ഞങ്ങളെ പെടുത്തണമേ റഹ്മാനെ. അവരെ നിഷേധം തോന്നുന്ന, അവരോട് വെറുപ്പും അസൂയയും തോന്നുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ റഹ്മാനെ. ആ മഹാത്മാക്കളുടെ പദവി കൊണ്ട് റഹ്മാനും റഹീമുമായ തമ്പുരാനെ, പോരാടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും, സ്ഥാനമാനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും, നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ പോലുമുള്ള ഒതക്കം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും, അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരെന്ന നിലയ്ക്ക് നീ ഞങ്ങളെ തട്ടരുതേ റഹ്മാനെ. ആ ഉമ്മത്തിൽപ്പെട്ട പിൻഗാമികളെന്ന നിലയ്ക്ക് നീ ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന നോമ്പുകളും നിസ്കാരങ്ങളും കണക്കിലെടുക്കാൻ പറ്റാത്തതെങ്കിലും റഹ്മാനായ തമ്പുരാനെ, ന്യൂനതകൾ പരിഹരിച്ച്, കുറവുകൾ പരിഹരിച്ച് നീ അത് കബൂലാക്കണേ റഹ്മാനെ. നീ കബൂലാക്കണേ റഹ്മാനെ. റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു പുണ്യവും നീ ഹായിബാക്കരുത് റഹ്മാനെ.
ഞങ്ങൾക്ക് നീ മടക്കം തരണേ തമ്പുരാനെ, മടക്കം തരണേ തമ്പുരാനെ, പശ്ചാത്താപം തരണേ റഹ്മാനെ, പശ്ചാത്താപം തരണേ റഹ്മാനെ, തൗബ നൽകണേ റഹ്മാനെ. ഈ റമളാൻ വന്നിട്ട് ഞങ്ങൾക്ക് പാപമോചനം കിട്ടാതെ പോകരുതേ റഹ്മാനെ, നിന്റെ മഗ്ഫിറത്ത് കിട്ടാതെ പോകരുതേ റഹ്മാനെ, നിന്റെ മഗ്ഫിറത്ത് കിട്ടാതെ ഖായിബീങ്ങളാകരുതേ റഹ്മാനെ, ദുര്യോഗികളിൽ പെട്ടുപോകരുതേ റഹ്മാനെ. ഈ റമളാനിന്റെ പവിത്രമായ പുണ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഈ റമളാൻ ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് നിഷേധിക്കരുതേ റഹ്മാനെ. ലൈലത്തുൽ ഖദർ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നവരിൽ നിന്റെ ഓശാരം കൊണ്ട് നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് പല വിധത്തിലുള്ള വിഷമങ്ങളുള്ള കരങ്ങളാണ് എന്നിലേക്ക് ഉയർന്നിരിക്കുന്നത്. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീ തീർക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അല്ലലും ബുദ്ധിമുട്ടും തീർക്കണേ റഹ്മാനെ. മാനസികവും ശാരീരികവുമായ രോഗങ്ങളിൽ നിന്ന് മോചനം നൽകണേ റഹ്മാനെ. ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ മോചനം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരും മാതാപിതാക്കളും പല ബന്ധപ്പെട്ടവരും പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് റഹ്മാനെ. വളരെ കാലം ഞങ്ങൾക്ക് ഈ പള്ളിയിൽ നേതൃത്വം നൽകിയിരുന്ന ഞങ്ങളുടെ വന്യരായ ഉസ്താദും വലിയ രോഗത്തിലാണ്. നീ അവരുടെ രോഗത്തിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ. അവരെ പോലുള്ള ഞങ്ങളുടെ നേതാക്കൾക്കും ഉസ്താദുമാർക്കും മശായിഖുമാർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. അവരുടെ തണലിൽ സന്തോഷത്തിൽ ജീവിക്കാൻ നീ ഞങ്ങളെ തുണക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കുമുള്ള സകല രോഗങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. സ്വയം കാര്യം സ്വയം ചെയ്യാൻ പറ്റാത്ത വിധം നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ റബ്ബേ. കൈകാലുകൾ, കണ്ണ്, കാത് തുടങ്ങിയ അവയവങ്ങളുടെ സിദ്ധികൾ നഷ്ടപ്പെട്ടു ഒരു നിമിഷവും ദുന്യാവിൽ ഞങ്ങൾ കിടക്കരുത് റഹ്മാനെ. നീ ഞങ്ങളെ കിടത്തരുത് റഹ്മാനെ. നീ വലിയ വലിയ ആളുകളെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അതിനു മാത്രം കരുത്തുറ്റവരല്ല റഹ്മാനെ. ഞങ്ങളുടെ ഈമാനിന് ബലം പോര തമ്പുരാനെ. ഈ പാപികളെ പരീക്ഷിക്കരുതേ റഹ്മാനെ. കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കരുത് റഹ്മാനെ. ഉള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ നൽകി സന്തോഷത്തിലും റാഹത്തിലും മരിക്കുന്ന സെക്കൻഡ് വരെ ജീവിക്കാൻ നീ ആരോഗ്യവും ആഫിയത്തും നൽകണേ റഹ്മാനെ. നീ പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. വ്യവസായങ്ങളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. തൊഴിലുകളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. യാത്രകളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. കുടുംബങ്ങളിലും വീടുകളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ മൊത്തം റഹ്മത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പഠനങ്ങളിലും പഠിപ്പിക്കലിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. നിന്റെ ബർക്കത്ത് നീ ധാരാളമായി ഞങ്ങളുടെ നേരെ ചൊരിയണേ റഹ്മാനെ. സ്വർഗം തുറന്ന ഈ പരിശുദ്ധമായ രാവിൽ ദുആക്കുത്തരം കിട്ടുന്ന പരിശുദ്ധമായ ഈ പകലുകളിൽ ഞങ്ങൾ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ദുആ ഖബൂലാക്കണേ റബ്ബേ. ഞങ്ങളെ തട്ടരുതേ റബ്ബേ. മരിക്കുന്ന സെക്കൻഡ് വരെ ആരോഗ്യവും ആഫിയത്തും സന്തോഷവും റാഹത്തും നൽകി ജീവിപ്പിച്ച് മരിക്കുമ്പോൾ ഈമാൻ രക്ഷപ്പെട്ട് മരിക്കുന്നവരിൽ ഞങ്ങൾ നീ പെടുത്തണേ റഹ്മാനെ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായി, ഇക്കൊല്ലം ഞങ്ങളോടൊപ്പമില്ലാത്ത ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ പാപങ്ങൾ നീ പൊറുക്കണേ റബ്ബേ. അവരുടെ ബർസഖല ജീവിതം നീ നന്നാക്കണേ റബ്ബേ. സ്വർഗീയ സുഖം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളെയും ഖബറിന്റെ അകത്ത് സ്വർഗീയ സുഖം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും സന്തോഷക്കാരെയും എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിന് അർഹമാകുന്ന വിധം നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് നീ തുണക്കണേ റഹ്മാനെ. മരിക്കുമ്പോൾ ഈമാൻ രക്ഷപ്പെടണേ റഹ്മാനെ. ഈമാൻ പിഴക്കരുതേ റഹ്മാനെ. തെറ്റിപ്പോകരുതേ റഹ്മാനെ. ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ റബ്ബേ. സൂത്തുൽ ഖാത്തിമത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. ഈമാൻ രക്ഷപ്പെട്ട് മരിക്കുന്നവരിൽ പെടുത്തണേ റബ്ബേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ കടപ്പെട്ട ഞങ്ങളോട് കടപ്പെട്ട എല്ലാവരെയും നീ അതിനനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ ഈ ദിനത്തിൽ ഞങ്ങൾ ഓർക്കുന്ന ബദരീങ്ങളുടെ ശഫാഅത്ത് നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവരുടെ പിരിശം നൽകണേ റബ്ബേ. അവരുടെ നേതാവായ മുത്തുനബിയുടെ ശഫാഅത്ത് തടയരുതേ റബ്ബേ. ആ നബിയുടെയും ഖലീഫമാരുടെയും പതാക്ക് കീഴിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. മഹ്ശറിലെ രാജാക്കന്മാർ അവരാണ്. ആ രാജാക്കന്മാരുടെ കൂടെ കഴിയാൻ ഞങ്ങളെ തുണക്കണേ റബ്ബേ. അവരുടെ പതാക്ക് കീഴിൽ ഒരുമിച്ച് കൂടിയവരാക്കണേ റബ്ബേ. നബി തങ്ങളുടെ ഹൗദിൽ നിന്നും കോരിത്തരുന്നവരിൽ പെടുത്തണേ റബ്ബേ. അവിടുത്തെ കരം കൊണ്ട് കോരിത്തന്നേറ്റ് കുടിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. മരിച്ചു ചെന്ന് ആഖിറത്തിൽ ചെന്ന് മിന്നൽ പിണറുപോലെ സിറാത്ത് പാലം കടന്ന് നിന്റെ ഹബീബായ നബിയോടൊപ്പം തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ഓശാരമായി നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളതിനർഹരല്ലെങ്കിലും, ഞങ്ങളത് ചോദിക്കാൻ പോലും അർഹരല്ലെങ്കിലും ഞങ്ങളുടെ മാക്സിമം മോഹമാണ്, ഞങ്ങളുടെ ആശയാണ്. അത് നിന്റെ മുമ്പിൽ വെക്കുകയാണ്. നീ ഞങ്ങളെ നിരാശപ്പെടുത്തരുത് റഹ്മാനെ. നിന്റെ ഹബീബായ നബി ഒന്നിച്ച് സ്വർഗപ്രവേശനം നൽകണേ റബ്ബേ. നിന്റെ ഹബീബായ നബി ഒന്നിച്ച് സ്വർഗപ്രവേശനം നൽകണേ റബ്ബേ. നിന്റെ ഹബീബായ നബി
ഒന്നിച്ച് സ്വർഗപ്രവേശനം നൽകണേ റബ്ബേ. നബിയോടൊപ്പം വസിപ്പിക്കണേ റബ്ബേ. നബിയുടെ ജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ സ്നേഹിതന്മാർ, സ്നേഹജനങ്ങൾ, കടപ്പെട്ടവർ, ഉസ്താദുമാർ, ബാപ്പമാർ, ഉമ്മമാർ തുടങ്ങി കുടുംബങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധപ്പെട്ടവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.